ബെസ്റ്റ് എഡിറ്റർ അവാർഡ്? എല്ലാ ഹാർഡ് വർക്കുകളും വെർത്താണ്, അതിനൊരു ദിവസം പേ ബാക്ക് കിട്ടും എന്ന് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിൻ്റെ തലേ ദിവസം അതേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമേനെ പറ്റി മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഞാനൊരു ആക്സിഡൻ്റൊക്കെ പറ്റി ഇങ്ങനെ അതിൻ്റെ റെസ്റ്റിൽ ഇരുന്ന് കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന സമയത്ത് ഫ്രണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാം സെറ്റാവും, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ലേ, ഇവിടം വരെ എത്തിയതല്ലേ, സെറ്റാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരവാണത്. അപ്പോൾ അന്ന് ഞാൻ ആ ദിവസം അത് പറയുമ്പോൾ ഞങ്ങൾ ആ സിനിമ കൊണ്ടെടുത്ത പെയിൻ ഉണ്ട്, അത് എല്ലാവർക്കും അതിൻ്റെ പെയിൻ ഇപ്പോഴും അനുഭവിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. കാരണം ഒരു ചെറിയ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ നമ്മുടെ കൺവിക്ഷൻ എവിടെയെങ്കിലും മാറിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൽ വ്യക്തമായ ധാരണ ഇല്ലാതെ വരികയോ, ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഫെയ്റ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യമൊക്കെ വരുമ്പോൾ അൾട്ടിമേറ്റ്ലി എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങൾ ആ സിനിമ ചെയ്തത് തിയേറ്ററിന് വേണ്ടിയിട്ടായിരുന്നു, തിയേറ്ററിൽ സക്സസ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ടും എല്ലാവരും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അതിൽ ലീഡായിട്ട് ചെയ്ത ഷേർഷാ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം ആക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അത് ഡയറക്റ്റ് ചെയ്ത വിഷ്ണു ഇവിടുത്തെ മെയിൻ സ്ട്രീം ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച ആളാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു, ഞാൻ റിലീസായപ്പോൾ വൈകിയെങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരു മാർക്ക് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ബോക്സ് ഓഫീസിൽ വർക്കായില്ല. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് മനസ്സിലായി ഇനി ഇതിനൊരു ഫ്യൂച്ചർ, ഇനി ഇപ്പം നെക്സ്റ്റ് സ്റ്റേജിൽ ഇത് ശരിയാവും എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അവസാനിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിപ്പോയപ്പോഴാണ് എവിടെ നിന്നോ ഇത് തിരിച്ചു വരുന്നത്. നമ്മൾ പത്മനാഭൻ സാറിൻ്റെയൊക്കെ ഇതിൽ പറയുന്ന പോലെ കല എന്ന് പറയുന്ന സാധനം കാലത്തിനതീതമായിട്ട് വരും എന്ന് മനസ്സിലായത് അപ്പോഴാണ്.